അറിയേണ്ട ആവശ്യമില്ല. പറയണവൻ എന്തെങ്കിലും പറയണമെന്നൊക്കെ നിരീക്ഷിച്ച് എന്തെങ്കിലും കണക്ക് കൂട്ടിയിട്ടാവും ചിലപ്പോ പറയാൻ വരിക. പറയാൻ വരുമ്പോഴായിരിക്കും ഈ കേൾവിക്കാർക്ക് ഒരു ശ്രദ്ധ ഇതിന്റെയൊക്കെ മുമ്പിലാ പറയാൻ പുറപ്പെട്ടല്ലേ. അവന്റെ നോക്കൂ, അവന്റെ പ്രവൃത്തി നോക്കൂ. ഇവിടെ ഇങ്ങനെ ഒരു പറയുന്നുണ്ടോ പോലും നോക്കാതെ അവൻ അവിടെ ഇരുന്ന് പ്രവർത്തിക്കണ കണ്ട ഈ പറയണോന്ന് ഉത്സാഹം കൂടി ഇല്ലാണ്ടേക്കാൻ വേണ്ടിട്ടാ. അവനൊക്കെ ഇങ്ങനെ ക്യാമറ ആയിട്ട് ഇങ്ങനെ കാലും കാലും വെച്ചിട്ട് ഇരിക്കണോ, ശ്രദ്ധ ഒന്നുമില്ല. എന്താ പ്രവൃത്തി എന്താ ഇങ്ങനെ കണ്ണടച്ച ഇങ്ങനെയൊന്നും പറ്റില്ല. കാരണന്മാര് എല്ലാവരും വേണ്ട പോലെ ശ്രദ്ധയോട് കൂടിയിട്ട് കേൾക്കണം. ശ്രദ്ധയോട് കൂടെ കേൾക്കണം എന്നുണ്ടെങ്കിൽ അവിടെ വന്ന് ഇരിക്കുക. ഈ ശ്രദ്ധിച്ച് കേൾക്കുന്നവരുടെ അടുത്ത് ആളായി പറയണവര് പോണതെന്നുണ്ടെങ്കിൽ അവർക്ക് പറയാൻ ഉത്സാഹം കൂടും. എന്താ നോക്കവൻ അവരാ ഇരുന്ന ഇരിപ്പിന്ന് പറഞ്ഞു തുടങ്ങിയത് എന്താ ഉത്സാഹം നോക്കൂ. അതൊക്കെ പറയണേറ്റൊക്കെ താളൊക്കെ പിടിച്ചിട്ടാ ഇരിക്കുന്നത്. അവിടെ കുറച്ച് പറയണം, നിശ്ചയിച്ച പറയണ്ടാന്ന് വിചാരിച്ച കാര്യം കൂടി പറയും. അങ്ങനെ എല്ലാവരും ശ്രദ്ധയോട് കൂടിയിട്ട് കേൾക്കണോ. വാരന്മാരെ തൊടയോടെ തെറ്റി തടയെ അങ്ങനെ ഇരിക്കണതേ. ആ രാമവാന്റെ മുഖത്തുനിന്ന് കണ്ണെടുക്കാണ്ടിരുന്ന കഥ പറയാ. അങ്ങനെ കഥ കേട്ടുകൊണ്ടിരിക്കുന്ന അവസരത്തില് ഇവരുടെ ഇടയെ കൂടെ ഒരു ജന്തു ജന്തു എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ എന്താ അങ്ങനെ പറയാൻ കാരണം എന്നുണ്ടെങ്കിൽ ചിറകില്ല, കൊക്കുണ്ട്. ഇത് ജന്തു ഇങ്ങനെ ഒരു ജന്തുവിനെ കണ്ടിട്ടില്ലപ്പോ വാനന്മാരെ ശ്രദ്ധയോടെ കണ്ടോണ്ടിരിക്കുമ്പോ അവരുടെ അടുത്ത് കൂടെ പോണതേ നോക്കുക. ധാരായിരുന്നു എന്നാണെങ്കിൽ ജടായുവിന്റെ ജ്യേഷ്ഠനായിട്ടുള്ള സമ്പാദിയായിരുന്നു. സമ്പാദിക്ക് ചിറകില്ല. ആദിത്യരശ്മികൾ തട്ടി ചിറക് കരിഞ്ഞുപോയി. ജടായുവിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാ ജടായുവും സമ്പാദിയും തമ്മില് ഒരു വാദം ഉണ്ടായി. ആരാ ഏറ്റവും ഉയരത്തിൽ പറക്കുക. അങ്ങനെ വാദം വന്ന സമയത്ത് ഞാനാണോ എന്ന് പറഞ്ഞ് രണ്ടുപേരും ആകാശത്തേക്ക് പറക്കാൻ തുടങ്ങി. സമ്പാദി തന്റെ അനുജനാണല്ലോ, അവൻ ജയിച്ചോട്ടെ എന്ന് വിചാരിച്ച് സമ്പാദി തോറ്റു കൊടുക്കാൻ പാടാത്ത ജടായുവിനൊട്ടും സംശയമൊന്നുമില്ല. ആദിത്യന്റെ അടുത്തേക്കാ പറക്കണതേ. അല്ല, ആദിത്യന്റെ അടുത്തേക്ക് എത്താറായപ്പോ ആദിത്യരശ്മികൾ തട്ടി ജടായുവിനാകെ പരവശായി മാത്രല്ല ഇനി അവർ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ജടായുവിന്റെ കഥ കഴിയും. ജടായു കരിഞ്ഞു പോകും. അവസ്ഥ വന്നപ്പോ എന്താ സമ്പാദി ആ ജടായുവിന്റെ അടുത്ത് ചെന്ന് തന്റെ ചിറകുകൾ കൊണ്ട് ജടായുവിനെ സംരക്ഷിച്ചു. അപ്പൊ എന്താ ആ രശ്മികൾ വന്ന് തട്ടിയത് സമ്പാദിയുടെ ചിറകില. ആ ചിറക് കരിഞ്ഞ സമ്പാദി വന്ന് വീഴുണ്ടായത് ഈ സമുദ്രതീരത്ത വളരെ പണ്ടുകാലത്ത് വളരെ പണ്ടായി ഉണ്ട്. അപ്പോ അവിടെ തൃണബിന്ദു എന്ന് പേരായിട്ടൊരു മഹർഷി അവരുണ്ട്. ആ മഹർഷിയുടെ മുമ്പിലാണ് വന്ന് വീഴുന്നത്. നോക്കി ആദ്യം കണ്ടപ്പോ മനസ്സിലായില്ല. സമ്പാദി പറ്റി സമ്പാദിക്ക് ഇങ്ങനെയുണ്ടായത്